ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നാഷണൽ ഇൻകം മറ്റ് കറണ്ട് പ്രൈസ് ആൻഡ് കോൺസ്റ്റന്റ് പ്രൈസ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോഴുള്ള സാധനങ്ങൾക്കുള്ള വിലയല്ല ഒരു 10 കൊല്ലം മുമ്പുള്ള സാധനങ്ങളുടെ വില, അല്ലേ? അതായത് ഇപ്പോഴത്തെ വിലയ്ക്ക് അനുസരിച്ച് ഇപ്പോഴത്തെ വിലയെ അടിസ്ഥാനമാക്കി ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം കണക്കായി കഴിഞ്ഞാൽ ഒരുപാട് നാഷണൽ ഇൻകം ഇന്ത്യക്ക് ഉള്ളതായിട്ട് അനുഭവപ്പെടും, അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ അത്രയും സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടല്ല, ആ സാധനങ്ങളുടെ വില കൂടിയത് കൊണ്ടാണ് ഇത്രയും നാഷണൽ ഇൻകം ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള നാഷണൽ ഇൻകം എങ്ങനെയാണ് കണക്കാക്കുന്നത്, ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് ഒരു പരിഹാരം കാണുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ് ആൻഡ് കോൺസ്റ്റന്റ് പ്രൈസ്. നമുക്കാദ്യം നാഷണൽ ഇൻകം മറ്റ് കറണ്ട് പ്രൈസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി ഇൻ എ ഇയർ. നമുക്കറിയാം നാഷണൽ ഇൻകത്തിൻ്റെ ഡെഫിനിഷനാണ് അത് കേട്ടോ. ഒരു രാജ്യത്തിനകത്ത് എന്താണ് ഒരു വർഷത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ എല്ലാം മണി വാല്യൂ. ഓക്കെ, മെഷേർഡ് അറ്റ് ദ പ്രൈസ് ഓഫ് കറണ്ട് ഇയർ എന്നിവിടെ ആഡ് ചെയ്യണം. അതായത് കറണ്ട് ഇയർ പ്രൈസിനനുസരിച്ച്, ഇപ്പോഴത്തെ വിലയ്ക്കനുസരിച്ച്, ഇപ്പോൾ 2020 ഇപ്പോഴത്തെ സാധനങ്ങളുടെ സേവനങ്ങളുടെ വിലയ്ക്കനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ അത് കറണ്ട് പ്രൈസായി. ഓക്കെ, എന്നാൽ അതിന് ഉദാഹരണം നോക്കാം. അതായത് എക്സാമ്പിൾ പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ഇന്ത്യസ് നാഷണൽ ഇൻകം 2022-23 അറ്റ് ദ പ്രൈസ് ഓഫ് 2022-23, 22-23 പ്രൈസ് ആ വിലയ്ക്ക് തന്നെ കണക്കാക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ 2 പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് നോമിനൽ നാഷണൽ ഇൻകം. ഇങ്ങനെ എടുക്കുന്ന നാഷണൽ ഇൻകത്തെ നോമിനൽ നാഷണൽ ഇൻകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ കറണ്ട് ഇയർ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന നാഷണൽ ഇൻകത്തെ. ഇനി ഇറ്റ് ഡസ് നോട്ട് ഷോ ദ ട്രൂ പിക്ചർ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. അതായത് ഒരു യഥാർത്ഥ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിനെ അത് കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആസ് എനി ഇൻക്രീസ് ഇൻ നോമിനൽ നാഷണൽ ഇൻകം മേ ബി ഡ്യൂ ടു റൈസ് ഇൻ പ്രൈസ് ലെവൽ. അത് പ്രൈസ് ലെവൽ കൂടിയതുകൊണ്ടായിരിക്കാം നാഷണൽ ഇൻകം കൂടിയത്. വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഫിസിക്കൽ ഔട്ട്പുട്ട്. അതായത് ഫിസിക്കൽ ഔട്ട്പുട്ട് കൂടിയതുണ്ട്, ഉൽപ്പാദനം കൂടിയത് കൊണ്ടല്ല അവിടെ നാഷണൽ ഇൻകം കൂടിയത്. അത് നേരെ മറിച്ച് എന്തുകൊണ്ടാകാം? പ്രൈസ് ലെവൽ കൂടിയതുകൊണ്ടാവാം നാഷണൽ ഇൻകം കൂടിയത്. ഇത് നമുക്ക് നാഷണൽ ഇൻകം മറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ഡെഫിനേഷൻ ഇതാണ്: ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി ഇൻ എ ഇയർ. പഴയ ഡെഫിനേഷൻ തന്നെയാണ്. ഇനി ഇതിൽ ആഡ് ചെയ്യേണ്ടത് മെഷേർഡ് അറ്റ് ബേസ് ഇയർ പ്രൈസ്. അതായത് ബേസ് ഇയർ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന നാഷണൽ ഇൻകമാണ് നാഷണൽ ഇൻകം മറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബേസ് ഇയർ പ്രൈസ് ഈസ് എ നോർമൽ ഇയർ വിച്ച് ഈസ് ഫ്രീ ഫ്രം പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. അതായത് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ, ഒരുപാട് സാധനങ്ങളുടെ വില ഒരുപാട് മുകളിലും പോകാതെ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളുടെ വില കുറഞ്ഞു നിൽക്കാത്ത ഒരു മീഡിയം ആയിട്ടൊരു അവസ്ഥയാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത്. ഇന്ത്യയിൽ 2011-2012 കാലഘട്ടത്തിലെ വിലയാണ് ബേസ് ഇയർ പ്രൈസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, പ്രസൻ്റ്ലി 2011-12 ഈസ് ടേക്കൺ ആസ് ദ ബേസ് ഇയർ ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി ഇതിൻ്റെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഇഫ് വി മെഷർ ഇന്ത്യസ് നാഷണൽ ഇൻകം 2022-23 22-23 കാലഘട്ടത്തിലെ നാഷണൽ ഇൻകം അറ്റ് ദ പ്രൈസസ് ഓഫ് 2011-12 വിലയെ അടിസ്ഥാനപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അതെന്തായി? നാഷണൽ ഇൻകം മറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് ആയി. ദെൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് നാഷണൽ ഇൻകം മറ്റ് കോൺസ്റ്റന്റ് പ്രൈസ്. ഇനി ഇതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോൺ ആസ് റിയൽ നാഷണൽ ഇൻകം. മറ്റേത് നോമിനൽ നാഷണൽ ഇൻകം ആണെങ്കിൽ ഇത് റിയൽ നാഷണൽ ഇൻകം, യഥാർത്ഥ നാഷണൽ ഇൻകം ഇതാണ്. ഓക്കെ, അത് നമുക്ക് എക്കണോമിക് ഗ്രോത്തിൻ്റെ യഥാർത്ഥ പിക്ചർ കാണിക്കുന്നു. ഇറ്റ് ഷോസ് ദ ട്രൂ പിക്ചർ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി ആസ് എനി ഇൻക്രീസ് ഇൻ റിയൽ നാഷണൽ ഇൻകം ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഓൺലി. അതായത് ഔട്ട്പുട്ടിലുണ്ടായ വർധനനുസരിച്ച് എന്താണ്, എത്ര പ്രൊഡക്ഷൻ ഉൽപ്പാദനം കൂടെ നടന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഇൻകം വർദ്ധിച്ചതായിട്ട് കാണിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ പരിഹാരം നോക്കാം. അതായത് യഥാർത്ഥ നാഷണൽ ഇൻകം എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നുള്ള അതിൻ്റെ പരിഹാരമാണ് പറയാൻ പോകുന്നത്. അപ്പം അത് കൺവേർട്ട് ചെയ്യണം. കൺവേർഷൻ ഓഫ് നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ് ഇൻറ്റു കോൺസ്റ്റന്റ് പ്രൈസ്. മനസ്സിലായില്ലേ? അപ്പം കറണ്ട് ഇയർ പ്രൈസിലെ നാഷണൽ ഇൻകം കോൺസ്റ്റന്റ് പ്രൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്താൽ അതിന് പരിഹാരമായി. അപ്പം എങ്ങനെയാണ്? ദിസ് ക്യാൻ ബി ഡൺ ബൈ എലിമിനേറ്റിംഗ് ദ എഫക്ട്സ് ഓഫ് പ്രൈസ് ചേഞ്ച് ഓൺ നാഷണൽ ഇൻകം. അതായത് നാഷണൽ ഇൻകത്തിലെ പ്രൈസ് ചേഞ്ച് കൊണ്ടുണ്ടായ എഫക്റ്റ് അത് മാറ്റിക്കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്യൂട്ടബിൾ പ്രൈസ് ഇൻഡെക്സ്. ഒരു വില സൂചകത്തിൻ്റെ ഒരു പ്രൈസ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തെടുക്കാം? നമുക്ക് കറണ്ട് ഇയർ പ്രൈസിനെ എന്താക്കാം? കോൺസ്റ്റന്റ് ഇയർ പ്രൈസ് ആക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ പ്രൈസ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വില സൂചകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ഇൻഡെക്സ് ഈസ് ആൻ ഇൻഡെക്സ് നമ്പർ വിച്ച് ഷോസ് ദ ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ ബിറ്റ്വീൻ 2 ഡിഫറൻറ്റ് ടൈം പീരീഡ്സ്. 2 ഡിഫറൻറ്റ് ടൈം പീരീഡ്സിലെ എന്താണ് ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ, ആ വിലയിലുണ്ടായ മാറ്റത്തെ കാണിക്കുന്ന സൂചകമാണ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ എ റൈസ് ഓർ ഫാൾ ഇൻ ദ നാഷണൽ ഇൻകം ഫ്രം 1 ഇയർ ടു അനദർ ഈസ് റിയൽ ഓർ നോട്ട്. അതായത് ഒരു കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഇപ്പോൾ നാഷണൽ ഇൻകം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ടായ വർധനവ് ശരിയായിട്ടുള്ള വർധനമാണോ, പ്രൊഡക്ഷൻ കൂടിയിട്ടുള്ള, അതായത് ഉൽപ്പാദനം കൂടിയിട്ടുള്ള വർധനമാണോ, അതോ വില കൂടിയതുകൊണ്ടുള്ള നാഷണൽ ഇൻകം വർധനമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്.
ഞാനിപ്പോൾ പറഞ്ഞ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. കോൺസ്റ്റൻറ്റ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നാഷണൽ ഇൻകം അറ്റ് അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ് ഡിവൈഡ് ബൈ കറണ്ട് പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസിനെ നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് ആക്കി മാറ്റാം. ഓക്കെ, അതിന് എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് പ്രൈസ് ഇൻഡെക്സ് ഫോർ ദ കറണ്ട് ഇയർ ഈസ് 150, ഇപ്പോൾ പ്രൈസ് ഇൻഡെക്സ് 150 ആണ്. ആൻഡ് നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ് ഈസ് 1,50,000 crore, അതായത് 1,50,000 കോടിയാണ് നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ്. അപ്പോൾ ഇത് രണ്ട് തന്നിട്ടുണ്ട്. ദെൻ ദ നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് വിൽ ബി, നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നാഷണൽ ഇൻകം അറ്റ് ദ കോൺസ്റ്റൻറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 1,50,000. അതാണല്ലോ നമ്മുടെ നാഷണൽ ഇൻകം അറ്റ് കറണ്ട് പ്രൈസ് ഡിവൈഡ് ബൈ തന്നിരിക്കുന്ന കറണ്ട് പ്രൈസ് ഇൻഡെക്സ് എത്രയാണ് 150 ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്ക് 1,00,000 കോടി എന്ന് വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.